എല്ലാവരും പണ്ടത്തെ സ്ത്രീവിരുദ്ധ സിനിമകളെ പറ്റിയും ടോക്സിക് ആണുങ്ങളെ പറ്റിയും സംസാരിക്കുമ്പോഴും പഴയ സിനിമകളിലെ ബെറ്റർ ആയിട്ട് പ്രസൻറ്റ് ചെയ്ത ആണുങ്ങളെ പറ്റിയും മിണ്ടാറില്ല. കാലഘട്ടത്തിൻ്റെ ബോധത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് അവതരിപ്പിച്ച ഒരു ആൺ കഥാപാത്രത്തെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. 1985 അഴിയാത്ത ബന്ധങ്ങൾ എന്ന സിനിമ. അതിലെ മോഹൻലാൽ അവതരിപ്പിച്ച ബാലൻ എന്ന കഥാപാത്രം. ഇതിൽ മോഹൻലാലും ശോഭനയും അമ്മയുടെ ഇഷ്ടമില്ലാതെ കല്യാണം കഴിച്ചവരാണ്. പിന്നീട് ബാലനോട് അമ്മ പറയും ഭാര്യയെ ജോലിക്ക് വിടരുതെന്ന്. അപ്പോൾ ഈ കഥാപാത്രം പറയുന്നത്, നിന്റെ ഓഫീസിൽ നിന്റെ ഭാര്യ സ്റ്റെനോവായിട്ട് ജോലി ചെയ്യുന്നത് എനിക്ക് ആക്ഷേപമാണ്. അമ്മയ്ക്കത് വിഷമമാണെങ്കിൽ ഗീതയോട് രാജിവെക്കാൻ പറഞ്ഞാല. ഒരു ജോലിയുള്ളത് എന്തിനാ കളയുന്നത്? നിങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോയില്ലെങ്കിലും കഴിയാനുള്ള സ്വത്ത് ഇവിടെയുണ്ട്. അത് തന്നെയല്ല, ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നവൾ പിരിഞ്ഞുപോയി. ഇന്നത്തെ കാലത്ത് ഇനി വീട്ടു ജോലിക്ക് ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാ. അപ്പൊ ഗീത ഉദ്യോഗം രാജിവെക്കണം പറയുന്നത് വീട്ടു ജോലി ചെയ്യാൻ വേണ്ടിയാണോ? അപ്പൊ ഗീത ജോലി രാജിവെക്കണം തന്നെയാണ് നിങ്ങൾ രണ്ടുപേരുടെ അഭിപ്രായം. നിന്റെ അഭിപ്രായം എന്താ? എന്റെ അഭിപ്രായം അത് അവളോടൊന്ന് ആലോചിച്ചിട്ടാ പറയാനൊക്കും. സ്വന്തമായി ഒരു വരുമാനം ഉള്ളത് ഉപേക്ഷിക്കുന്നത് ആർക്കും ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ല. ഇതുപോലെ തന്നെ വീട്ടിലേക്ക് ഗസ്റ്റ് വരുമ്പോൾ ഭാര്യയുടെ കയ്യിൽ നിന്നും ട്രേ വാങ്ങി സ്വയം സെർവ് ചെയ്യുന്നു. ഭാര്യയെ അടുത്തിരുത്തി സംസാരിക്കുന്നു. ഒരു ഗാനമേളയുണ്ട്. വേണ്ട, ഞാൻ കൊടുത്തു തരാനാ പറഞ്ഞ. ഇരിക്കാനാ പറഞ്ഞത്. വേറൊരു സന്ദർഭത്തിൽ ഇവര് പുറത്തു നിന്നും വന്ന ശേഷം, അമ്മേ വിശക്കുന്നു, ഇവിടെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? അയ്യോ, നിങ്ങളൊന്നും കഴിച്ചില്ലേ? ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. നല്ല ചൈനീസ് ഫുഡ്. ഞാൻ വേഗം വെക്കാം. വേണ്ട, അതിന് കുഞ്ഞിന്റെ അമ്മയുണ്ട്, അല്ലെങ്കിൽ മുത്തശ്ശിയുണ്ട്. വേണ്ടതെല്ലാം അടുക്കളയിലും ഉണ്ട്. അവരുണ്ടാക്കിക്കോളും, അവര് കഴിച്ചോളും. നിന്റെ ഔദാര്യം ഒന്നും അവർക്ക് വേണ്ട. വാ. കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന പെണ്ണ് പാചകം ചെയ്താൽ മാത്രമേ ഭക്ഷണം കഴിക്കൂ എന്ന് വാശി പിടിക്കുന്ന അമ്മായി അമ്മയും നാത്തൂന്നെ ആയിരുന്നോട്ടെ. അത്താഴം കഴിച്ചില്ലെന്ന് വെച്ച് ചത്തുകൊത്തൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് പോലും ഇങ്ങനത്തെ ആൺ കഥാപാത്രങ്ങളെ സിനിമയിൽ കാണാൻ കിട്ടാറില്ല. ഇതാണ് ഏറ്റവും പ്രോഗ്രസീവായ ആണെന്നോ ഒന്നല്ല പറയുന്നത്. 80s എഴുതിയ ഒരു സിനിമയാണ്. അതിൻ്റെ ചില കുഴപ്പങ്ങളുമുണ്ട്. എങ്കിലും അന്നത്തെ കാലത്ത് ബെറ്ററായി ചിന്തിക്കാനും അവതരിപ്പിക്കാനും ആളുകൾ ഉണ്ടായിരുന്നല്ലോ. അത് ഒന്ന് കാണിക്കണമെന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ച മറ്റേ സിനിമയിലെ പ്രോഗ്രസീവായിട്ടുള്ള മറ്റേ ആൺ കഥാപാത്രങ്ങൾ ഏതൊക്കെയാണ്?